തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. മാമലക്കണ്ടം പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പിന്റെ ചോദ്യങ്ങൾക്ക് കമ്പനി നൽകിയ ഉത്തരങ്ങൾ കളവെന്ന ആരോപണം. പദ്ധതിയെക്കുറിച്ച് നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർത്ത് ബോധ്യപ്പെടുത്തിയെന്നും പദ്ധതി പ്രദേശം ആനത്താര അല്ല എന്നുമാണ് വനംവകുപ്പിന്റെ പരിവേഷ് ആപ്പിൽ കമ്പനി നൽകിയ മറുപടി. എന്നാൽ അത്തരം ഒരു യോഗവും നടന്നിട്ടില്ല എന്നും ആനത്താരയിലാണ് നിർദ്ദിഷ്ട പദ്ധതി വരുന്നത് എന്നും വാർഡ് മെമ്പർ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. മാമലക്കണ്ടത്ത് ഒരു പൊതുയോഗം വിളിച്ചു ചേർത്ത് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുന്ന രീതിയിൽ ഒരു യോഗം നടന്നിട്ടുണ്ട് എന്ന് കാണാം. പക്ഷെ അതുപോലെ ഒരു യോഗം നടന്നിട്ടില്ല എന്നാണ് സത്യം. മാമലക്കണ്ടത്തോ എവിടെയും വെച്ച് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ യോഗങ്ങളും ഇന്നേ വരെ ആ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല. അങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് തയ്യാറാക്കിയിരിക്കുന്ന വ്യാജരേഖകൾ അവരിപ്പോ KSIDC അതുപോലെ തന്നെ വ്യവസായ മിനിസ്റ്റർ, ഫോറസ്റ്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്നാണ് അതിൽ കാണുന്നത്. ഈ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ മാമലക്കണ്ടം പിണവൂർ പ്രദേശങ്ങളിലെ സ്വകാര്യ കമ്പനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 7 മെഗാവാട്ട് ശേഷിയുള്ള ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ഈ മാമലക്കണ്ടം ജലവൈദ്യുത പദ്ധതി. കൊച്ചിൻ ഹൈഡ്രോ പവർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ പക്ഷേ സർക്കാരിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണ് എന്നൊരു ആരോപണം വരുന്നത്. രാംഷാ CP വിവരങ്ങളുമായി ചേരുകയാണ്. രാംഷാ, വലിയ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കളവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാമലക്കണ്ടത്ത് ഈ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്ന ഈ പ്രൊജക്ട് അടിമുടി ദുരൂഹമാണ് എന്ന വാർത്ത നേരത്തെ തന്നെ റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്നതാണ്. അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആകെ മൊത്തം ഒരു പുകമറയിൽ നിൽക്കുന്നു എന്നതായിരുന്നു നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം. അവിടുത്തെ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. തുരങ്കം ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പോലും അവിടുത്തെ ജനങ്ങൾ അടുത്ത ദിവസങ്ങളിലാണ് അറിഞ്ഞത് എന്നതുകൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഈ കമ്പനി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ക്വറികൾക്ക് മറുപടിയായി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ മറുപടിയാണ് ഇത് മാത്രമല്ലല്ലോ രാംഷാ, സ്ഥലത്ത് പോയി നിന്ന് ആ കാട്ടരുവിയെ കേന്ദ്രീകരിച്ചാണ് ഈ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാമെന്ന് ഈ കമ്പനി വിചാരിക്കുന്നത്. രാംഷാ സ്ഥലത്ത് പോയി നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന ആശങ്ക ജനങ്ങൾക്കുള്ളിടമാണ്. അവിടെയാണ് ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. മാത്രമല്ല അവിടെ 6 മാസം ജലലഭ്യതയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ജലവൈദ്യുത പദ്ധതി പ്രായോഗികമാവുക എന്നതും കൂടി ചോദിക്കുന്നു. തീർച്ചയായും അതാണ് ആ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആ പുഴയിൽ ആകെ 6 മാസം മാത്രമാണ് കഷ്ടിച്ച് നീരൊഴുക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു പുഴയിലാണ് ഈ പദ്ധതിയെ ആവിഷ്കരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ പദ്ധതിയുടെ അതായത് ഈ ബണ്ട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന പുഴയിൽ നിന്നും ഏകദേശം 2.5-3 കിലോമീറ്റർ ടണലടിച്ച് ഈ മല തുരന്നുകൊണ്ട് ഈ വെള്ളം മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് അവിടെ നിന്നാണ് ഈ പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന നിലയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്. കാരണം ഈ പുഴയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് ടണൽ വഴി കൊണ്ടുപോകുന്നു. മല തുരന്ന് വേണം ഈ ടണൽ നിർമ്മിക്കാൻ. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ ടണൽ നിർമ്മിക്കുമ്പോൾ കിട്ടുന്ന പാറക്കല്ല് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി രൂപവൽക്കരിച്ചിരിക്കുന്നത് എന്നതാണ് ഈ നാട്ടുകാരുടെ ആരോപണം. അതല്ലാതെ ഒരിക്കലും എക്കണോമിക്കലി വയബിൾ അല്ല, ഫീസിബിൾ അല്ല ഈ പ്രൊജക്റ്റ് എന്നതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല അതിന്റെ രേഖകളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമ്മൾ പറഞ്ഞതാണ്. അവിടുത്തെ പഞ്ചായത്തിന്റെ NOC ഈ സർക്കാർ ഇത്തരത്തിൽ ഒരു പദ്ധതി അനുമതി നൽകുന്ന സമയത്ത് തന്നെ അതിൽ കൃത്യമായൊരു ക്ലോസ് ഉണ്ട്. ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി അനുമതി വാങ്ങി വേണം ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ എന്ന നിലയിൽ തന്നെയാണ് ആ പ്രൊജക്റ്റിന് സർക്കാർ അനുമതി നൽകുകയും ചെയ്തത്. പക്ഷേ ആ പഞ്ചായത്ത് ആ പ്രദേശത്ത് ഈ പ്രൊജക്ട് നടത്തുന്നതിനായിട്ടുള്ള നൽകിയ NOC ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തതാണ്.
ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും ഇതിന്റെ പുറകിലുണ്ട് എന്നത് കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് നാട്ടുകാരെ എല്ലാം ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി എന്ന നിലയിൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറിക്ക് മറുപടിയായി കമ്പനി നൽകിയിരിക്കുന്നത് എന്നത് മാത്രമല്ല, ആനത്താര ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആനകൾ കൊണ്ടുള്ള ശല്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ ആനകൾ നിരന്തരം വന്നു പോകുന്ന സ്ഥലത്താണ് ഈ പവർ ഹൗസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ട്രൈബൽ കോളനിയാണ്. ആ ട്രൈബൽ കോളനിയിലാണ് ഈ പവർ ഹൗസ് നിർമ്മിക്കാൻ ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അവിടെ ഒരു ആനത്താര കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഈ ആനത്താര വഴിമുടക്കി വേണം ഈ പവർ ഹൗസിന്റെ നിർമ്മാണം നടത്താൻ വേണ്ടി. അപ്പോൾ വലിയ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ള സ്ഥലമാണ് എന്ന് മാത്രമല്ല, നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലവുമാണ്. അവിടെ ഉരുൾപൊട്ടലിന്റെ അവശേഷിപ്പുകൾ ഇന്നും ആ നാട്ടിലുണ്ട്. നമ്മൾ തന്നെ നേരത്തെ ആ ഉരുൾപൊട്ടലിന്റെ അവശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളിലൂടെ ദൃശ്യങ്ങളിലൂടെ കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതുമാണ്. അത്തരമൊരു പ്രദേശത്ത്, അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഈ പ്രൊജക്ടിന് അനുമതി ലഭിക്കുന്നത് എന്നത് തന്നെ ഒരു ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സാങ്കേതികമായ ഒരു അനുമതി കൂടി ലഭിച്ചാൽ ഈ പ്രൊജക്ട് നടപ്പിലാക്കാൻ കഴിയും എന്ന നിലയിലാണ് ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് ഉള്ളത് എന്നത് കൂടിയാണ്. ഏതായാലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും സർക്കാരിനെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ ഇത്തരം ഒരു പ്രൊജക്ടുമായി ഈ കൊച്ചിൻ ഹൈഡ്രോ പവർ പിണവൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പോകുന്നത് എന്നത് കൂടി എന്ന ഒരു സംശയം കൂടി നൽകിയത്. ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ നടന്ന വലിയ ഗൂഢാലോചനയുടെ വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നതും പ്രധാനമാണ്. പരിസ്ഥിതി ലോല മേഖലയാണ്, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണ്. അവിടെയാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റുമായി കമ്പനി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. ആനത്താരയല്ല തുടങ്ങിയ മറുപടികളാണ് സർക്കാരിന്റെ സൈറ്റിൽ കമ്പനി നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുഴുവനും കള്ളമാണ് എന്ന് തെളിയുക കൂടിയാണ്. റാംഷാ CP ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.